അടുത്തിടെ മലയാള സിനിമയിൽ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന ചിത്രം. മാർക്കോ എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം വലിയ രീതിയിലുള്ള ഒരു വിമർശനം പൊങ്ങിവരികയുണ്ടായി. ഉണ്ണിമുകുന്ദനും ഷൈനികവും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉടലെടുത്തത്. അത് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ കാര്യങ്ങൾ അരങ്ങേറുമ്പോൾ ഷൈനികത്തിന്റെയും ഒരു തമിഴ് പടം മലയാളത്തിൽ വരികയുണ്ടായി. അപ്പോഴാണ് ചില കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വാർത്തകളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതും. ഷൂട്ടിങ്ങിനിടെ നടി ആൻഡ്രിയെ ശരിക്കും തല്ലിപ്പോയതായി ഷൈനികം പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരു അഭിമുഖത്തിനിടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതിൽ ഏറ്റവും ലജ്ജിച്ച നിമിഷം ഏതായിരുന്നുവെന്ന് അവതാരകൻ ചോദിച്ചപ്പോഴാണ് ഈ സംഭവം ഷൈൻ തുറന്നു പറഞ്ഞത്. ഷൈനികത്തിന്റെ ആദ്യകാല ചിത്രങ്ങളിൽ ഒന്നാണ് അന്നയും റസൂലും. ഫഹദ് ഫാസിലും ആൻഡ്രയും ഒന്നിച്ചുള്ള പ്രണയ സിനിമ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ഈ ചിത്രത്തിൽ ആൻഡ്രയുടെ സഹോദരനായാണ് ഷൈൻ വേഷമിട്ടത്. ഈ ചിത്രത്തിന്റെ സമയത്ത് അഭിനയിക്കാൻ അറിയില്ലായിരുന്നുവെന്നും അതിനാൽ താൻ ആൻഡ്രിയെ യഥാർത്ഥത്തിൽ അടിച്ചു എന്നാണ് ഷൈൻ പറയുന്നത്. അന്നയും റസൂലും സിനിമയിൽ ആൻഡ്രിയെ കയ്യിൽ പിടിച്ചിറക്കി കൊണ്ടുവന്ന് മറ്റൊരു വീട്ടിലെത്തിക്കുന്ന സീനുണ്ട്. അതിനു മുൻപ് പിടിച്ചിറക്കുന്ന സീനിൽ ഞാൻ ആൻഡ്രിയയ്ക്ക് കവിളിൽ നല്ലൊരു അടി കൊടുത്തിരുന്നു. അഭിനയം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആ സിനിമയുടെ സമയത്ത് അറിയില്ല. അടിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ നല്ലൊരു അടി കൊടുത്തു. അപ്പോഴേ എന്റെ കയ്യിൽ നിന്നും എല്ലാം പോയി. പിന്നീടാണ് പിടിച്ചു വലിക്കുന്ന സീൻ. അത് ചെയ്യുന്നതിനിടയിൽ ആൻഡ്രിയയുടെ ശരീരമൊക്കെ ഉരച്ചൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നത്. ഇതിനെല്ലാം ശേഷം ആൻഡ്രിയ മാറിയിരുന്ന് കരയുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി. വൈകാരികമായി ഞാൻ അഭിനയിച്ചു പോയതാണ്. ശേഷം ഞാൻ ആൻഡ്രിയോട് സോറി പറഞ്ഞു. അവർ എന്നോട് അതിന്റെ പേരിൽ ഒന്നും കാണിച്ചിട്ടില്ല. നോർമലായി തന്നെയാണ് പെരുമാറിയത്. പക്ഷേ എനിക്ക് മനസ്സിലായിരുന്നു അപ്പോൾ നമുക്ക് ഒരു വിഷമം വരും. അതാണ് എനിക്ക് സിനിമയിൽ ലജ്ജാകരമായി തോന്നിയ ഒരു സംഭവം എന്നാണ് ഷൈൻ പറയുന്നത്. അതേസമയം മദ്രാസ്കാരൻ എന്ന തമിഴ് ചിത്രമാണ് ഷൈൻ്റെതായ തിയേറ്ററുകളിൽ എത്തിയിരിക്കുന്നത്. സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടിയതും. ഇതൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ മണിയൻപിള്ള രാജു മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് മറ്റൊരിടത്ത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. മണിയൻപിള്ള രാജുവും മോഹൻലാലും അടുത്തിടെ തുടരും എന്ന സിനിമയിലൂടെ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പോൾ സിനിമാ സെറ്റിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് മണിയൻപിള്ള രാജു വിശദീകരിക്കുന്നതും. മലയാള സിനിമയിലെ മികച്ച സുഹൃത്തുക്കളാണ് മോഹൻലാലും മണിയൻപിള്ള രാജുവും. ഇരുവരും ഒന്നിച്ച പല സിനിമകളും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ടവയാണ്. ഇരുവരും ഒന്നിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് 12 വർഷം ആയെങ്കിലും സിനിമയ്ക്ക് പുറത്ത് സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും എന്ന ചിത്രത്തിൽ ഇരുവരും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഇരുവരുടെയും സുഹൃത്തുക്കളിൽ ഒരാളാണ് സംവിധായകനും ഛായാഗ്രഹനുമായ പി ചന്ദ്രകുമാർ. അടുത്തിടെ മോഹൻലാൽ അഭിനയിച്ച ചിത്രത്തിന്റെ സെറ്റിലുണ്ടായ സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മണിയൻപിള്ള രാജു. ആ ചിത്രത്തിന്റെ സെറ്റിൽ ചന്ദ്രകുമാറും ഉണ്ടായിരുന്നുവെന്നും മോഹൻലാലിനെ കാണാൻ വേണ്ടിയാണ് എത്തിയതെന്നും മണിയൻപിള്ള രാജു പറയുന്നുണ്ട്. എന്നാൽ സെറ്റിലുണ്ടായിരുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എല്ലാവരോടും മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹവും അതിനിടയിൽ ഉണ്ടായിരുന്നുവെന്നും മണിയൻപിള്ള രാജു കൂട്ടിച്ചേർത്തു. ഒന്നും മിണ്ടാതെ എളിമയോടെ അദ്ദേഹം മാറി നിന്നു. ഇതിനുശേഷം മോഹൻലാൽ ഇതറിയും. അതിനുശേഷം മോഹൻലാൽ പ്രതികരിച്ച കാര്യമാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതും മണിയൻപിള്ള രാജുവിന്റെ വാക്കുകളായി. എനിക്കും ലാലിനും വളരെ അടുത്തറിയാവുന്ന ഒരാളാണ് ചന്ദ്രകുമാർ. ഒരുപാട് സിനിമ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് അദ്ദേഹം. ലാലിനെ വെച്ച് അദ്ദേഹം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം മുമ്പ് അദ്ദേഹം ലാലിന്റെ ഒരു പടത്തിന്റെ സെറ്റിലേക്ക് പോയിരുന്നു. ഒരുപാട് തിരക്കുള്ള സെറ്റായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ലാലിനെ കാണണമെന്ന് വെച്ച് അദ്ദേഹം മാറി നിന്നു. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യൻ വന്ന് ക്രൗഡിനെ മാറ്റിയപ്പോൾ അദ്ദേഹത്തോട് പിന്നിലേക്ക് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. അത്രയും എളിമയുള്ള മനുഷ്യനായതുകൊണ്ട് ചന്ദ്രകുമാർ അതുപോലെ ചെയ്തു. ഞാൻ ഈ കാര്യം അറിഞ്ഞു. അന്ന് രാത്രി ലാലിനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കാര്യം ലാലിനോട് പറഞ്ഞു. ലാൽ അത് കേട്ടതും വല്ലാതായി. 167 സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ മാറ്റി നിർത്തിയവനെ കാലിൽ വാരി നിലത്തടിക്കേണ്ടേ എന്ന് ലാൽ എന്നോട് പറഞ്ഞു. ലാലിന് ചന്ദ്രകുമാറിനോടുള്ള റെസ്പെക്ട് എത്രത്തോളം ഉണ്ടെന്ന് അപ്പോൾ മനസ്സിലായി. മണിയൻപിള്ള രാജു പറഞ്ഞത് അതായിരുന്നു. ചന്ദ്രകുമാറിന് മോഹൻലാൽ കൊടുക്കുന്ന റെസ്പെക്ട് അങ്ങനെയാണ്. അതന്ന് മനസ്സിലായെന്നും മണിയൻപിള്ള രാജു പറഞ്ഞത് അമൃത ടിവിയിൽ സംസാരിക്കവേ ആയിരുന്നു.